നമസ്കാരം. മനോരമ ഓൺലൈൻ പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും US സൈനിക നീക്കങ്ങൾക്കുമെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ച് ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയി. പേർഷ്യൻ ഗൾഫ് മേഖലയിൽ അമേരിക്കയ്ക്ക് സ്ഥാനമില്ലെന്നും അവർക്കവിടെ എവിടെയെങ്കിലും സ്ഥാനമുണ്ടെങ്കിൽ അത് കടലിന്റെ ആഴങ്ങളിൽ മാത്രമായിരിക്കുമെന്നും മുജ്തബ ഖമനേയി പരിഹസിച്ചു. ബലാത്സംഗത്തിനിരയായ 15 വയസ്സുകാരിയുടെ 31 ആഴ്ച പ്രായമുള്ള ഗർഭം അലസിപ്പിക്കാൻ അനുമതി നൽകിയ ഉത്തരവിനെതിരെ കേന്ദ്ര സർക്കാർ നൽകിയ ഹർജിയിൽ സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം. വ്യക്തിപരമായ തീരുമാനങ്ങളെ സർക്കാർ മാനിക്കണമെന്നും പെൺകുട്ടിയുടെയും കുടുംബത്തിന്റെയും തീരുമാനമാണ് അന്തിമമെന്നും കോടതി വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFും LDFും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമെന്ന് ടുഡേയ്സ് ചാണക്യയുടെ എക്സിറ്റ് പോൾ ഫലം. UDFിന് നേരിയ മുൻതൂക്കം പ്രവചിക്കുന്ന സർവേയാണ് പുറത്തുവന്നത്. UDF 48% വോട്ട് വിഹിതത്തോടെ 69 മുതൽ 78 സീറ്റ് വരെ നേടാമെന്നാണ് പ്രവചനം. LDF 38% വോട്ട് വിഹിതം നേടി 64 മുതൽ 73 സീറ്റ് വരെ നേടിയേക്കാം. NDA 20% വോട്ട് നേടുമെന്നും 7 മുതൽ 11 വരെ സീറ്റുകൾ ലഭിക്കുമെന്നും എക്സിറ്റ് പോൾ ഫലം സൂചിപ്പിക്കുന്നു.